വെൽക്കം ബാക്ക് ടു അച്ചൂസ് വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഉത്രാടപ്പാച്ചിലായിരിക്കും എല്ലാവരും അല്ലേ? ഞങ്ങളും ഇവിടെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും കുക്കിംഗ് ആയിരിക്കുമെന്ന്. അതെ, നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇന്നലെ നമ്മൾ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോന്ന് മാർക്കറ്റിൽ നിന്ന്. ഇന്ന് നമ്മൾ പറവൂർ മാർക്കറ്റിൽ പോയി അവിടെ നിന്നും കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആയോ? ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വാങ്ങിച്ച ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. ഇന്നലെ മഴ ആയതുകൊണ്ട് രാവിലെ ചേട്ടന് ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനേ പറ്റിയുള്ളൂ. ബാക്കി എല്ലാവരും നമ്മൾ ഇന്നാണ് വാങ്ങിച്ചത്. ഇന്ന് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഫോണൊന്നും കൊണ്ടുപോയില്ല വീഡിയോ എടുക്കാൻ പാകത്തിന്. അതുകൊണ്ടാണ് എല്ലാവരും വാങ്ങിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഇതൊക്കെയാണ് പായസത്തിൻ്റെ കൂട്ടും അതുപോലെ സദ്യക്ക് വേണ്ട ബാക്കി കറിക്കൂട്ടുകൾ എല്ലാനും. വെള്ളം അടക്കം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം വരെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാനും നല്ല ഭംഗിയായിട്ട് ചെയ്ത് അർഹിക്കുന്നവരുടെ കൈകളിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടെ നിങ്ങളുടെ പ്രാർത്ഥന കൂടി വേണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനും ചേട്ടനും കൂടിയാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും വരാതെ എല്ലാം നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയണം. അതിന് ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് എന്തായാലും പ്രാർത്ഥനയിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാനും നാളെ കറക്റ്റ് ടൈമിൽ എല്ലാവരുടെ കയ്യിൽ എത്തിക്കാനും ഞങ്ങൾക്ക് പറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ വേണം. അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴേ തുടങ്ങാം. ഇന്ന് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന കറികളൊക്കെ ഇന്ന് ഉണ്ടാക്കി വയ്ക്കും, ബാക്കിയൊക്കെ നാളെ ചെയ്യും. അപ്പോൾ വീഡിയോ എന്തായാലും അവസാനിക്കുന്നില്ല, ഇതിൻ്റെ കൂടെ ബാലൻസ് ഒക്കെ വരും. എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ അച്ചിങ്ങയൊക്കെ അരിഞ്ഞു വയ്ക്കാം. അതുപോലെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വയ്ക്കാം, ക്യാബേജ് അരിയാം. അങ്ങനെ അരിയണ പരിപാടികളാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് ഓരോ കറിക്കുള്ളത് സെറ്റ് ചെയ്ത് മാറ്റി മാറ്റി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാമല്ലോ. നാളത്തേക്ക് ആവശ്യമുള്ളത് ഇന്ന് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇന്ന് കറി വയ്ക്കാൻ പറ്റുന്ന കറികളൊക്കെ ഇന്ന് കറി വയ്ക്കാം. തേങ്ങയൊക്കെ പുതച്ചിട്ടുണ്ട്. ഇതിനി ചിരകി നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ചിരകി നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കണേ. മോരൊക്കെ മേടിച്ചിട്ടുണ്ട്. മോര് കറി, അതായത് പച്ചടിയാ എന്താ പറയുക, മോര് കറി, അത് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മൾ കറിക്ക് വേണ്ടി മേടിച്ചതാണ് പഴം. കായ അതേ കണ്ട, ഇതിലിപ്പം 4 മാത്രമേ ഉള്ളൂ ഏകദേശം പച്ച പോലെ ഇരിക്കണത്. 2 ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇനി നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല, അത് നമ്മൾ മാറ്റി വയ്ക്കാം. നമ്മൾ കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ നമുക്ക് തണ്ണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വാങ്ങിച്ചത്. പക്ഷെ ഇത് പഴുത്തതുകൊണ്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്ന് ചെറിയ പാക്കറ്റായിട്ട് വാങ്ങിച്ചു കേട്ടോ. ഒരു 30 പേർക്കുള്ള ഫുഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കൊടുക്കും കേട്ടോ, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതേ അച്ചിങ്ങമെന്നാണ് തുടങ്ങുന്നത്. അച്ചിങ്ങാന്ന് ഇവിടെ പറയും, ചില സ്ഥലങ്ങളിൽ പച്ചപ്പയറെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒടിച്ചൊക്കെ വയ്ക്കാം. നല്ല മഴ കേട്ടോ. ഞങ്ങൾ മാത്രമേ ഇവിടെ, വേറെ പിള്ളേരോ ആരും ഇല്ല. അവിടെ കൊണ്ടുപോയി ആക്കിയതാട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ശരിയാവില്ല. അവരും കൂടി ഇവിടെ വേണമായിരുന്നു, കാരണം ഇതൊക്കെ അവരും കണ്ട് വളരേണ്ടതാണ്. പക്ഷെ എന്നാലും വീഡിയോയിൽ എന്തായാലും അവർ കാണും. ഇഷ്ടമാണ് കേട്ടോ, മക്കൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ദേ പയറ് അച്ചിങ്ങതേ ഇത്രയും നമ്മൾ ഒടിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ ചേട്ടൻ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് അവിലിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ചേട്ടൻ അച്ചിങ്ങയുടെ കാര്യം നോക്കിക്കോട്ടോ, ഞാൻ ഇനി ഇതൊക്കെ ചെയ്യട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും വീഡിയോ കാണുന്നതുകൊണ്ടൊക്കെയാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു ചെറിയൊരു തുക ഞങ്ങൾക്ക് റവന്യൂ ആയിട്ട് വന്നിട്ടില്ല, വരാൻ പോകണുള്ളൂ. പക്ഷെ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇത് ചെയ്യാണ്. കാരണം
ഞങ്ങൾ ഓണത്തിന് മുന്നേ കിട്ടും എന്നാണ് വിചാരിച്ചായിരുന്നത്, പക്ഷേ വന്നിട്ടില്ല. ഇപ്പോൾ ബാങ്കൊക്കെ അവധി ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ ഭംഗിയായിട്ട് നടത്താമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും ഈ പറയുന്ന ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഞങ്ങളെ വീഡിയോ കണ്ട ഞങ്ങൾക്ക് വേണ്ടി 1 മിനിറ്റ് മാറ്റി വെച്ച എല്ലാവരുടെയും പങ്കുണ്ടിട്ട് ഇതില്. ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും, ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരാണെങ്കിലും എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. കാരണം ചേട്ടൻ്റെ അച്ചിങ്ങൊക്കെ ഒടിച്ചു. അവിയലിനുള്ളത് ഏകദേശമൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി കായും പൊട്ടറ്റോ ഉണ്ട് അരിയാനായിട്ട്. അതും കൂടി അരിഞ്ഞാലാണ് നമ്മുടെ അവിയലിനുള്ള എല്ലാ കൂട്ടും ആവുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ അച്ചിങ്ങൊടിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു കുറച്ച് ചായ വയ്ക്കാൻ. ഇപ്പോൾ ഇതേ സമയം 5:15 ചായ കുടിച്ചിട്ടില്ല. ചെറിയൊരു തലവേദനയൊക്കെ വന്ന് ഒടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടനോട് വേഗം പോയി ചായ വെച്ചിട്ട് വായോ, വന്നിട്ട് നമുക്ക് ബാക്കി അരിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാ എല്ലാവരും വീട്ടിൽ ഓണാഘോഷം പരിപാടിയൊക്കെ തുടങ്ങിയോ? ഈ പരിപാടി മാത്രമല്ല കേട്ടോ, അടുക്കളയിൽ അമ്മമാർ അവിടെ പാചകത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർ മൈലാഞ്ചി ഇടുക, ക്യൂടെക്സ് ഇടുക, അങ്ങനത്തെ തിരക്കിലായിരിക്കും. ഭാര്യമാരാണെങ്കിലും നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് അയൺ ചെയ്യണ പരിപാടി, അങ്ങനെ പല ടീമിനും പല പല പരിപാടികളായിരിക്കുമല്ലോ. വലിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുപ്പി പരിപാടി ആയിരിക്കും, എനിക്കറിയാം. അപ്പോൾ എല്ലാവരും അവരവരുടെ തിരക്കിലാണെന്നറിയാം. എങ്കിലും നമ്മുടെ ഈ വീഡിയോ ഒക്കെ എല്ലാവരും കാണാട്ടോ, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് കമൻ്റ് ഇടുക. എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം, മറക്കരുത്.